side view in first angle projection of the component whose isometric view is given below. നമുക്ക് ഐസോമെട്രിക് വ്യൂ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, ടോപ്പ് വ്യൂ വരയ്ക്കുക, സൈഡ് വ്യൂ വരയ്ക്കുക. ഏത് ആംഗിൾ പ്രൊജക്ഷനിൽ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കണമെങ്കിൽ ഈ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നതിനെ അസ്യൂം ചെയ്യണം? ഫസ്റ്റ് ക്വാർട്ടറിൽ ഇരിക്കുന്നതിനെ അസ്യൂം ചെയ്യണം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഫ്രണ്ട് വ്യൂ തന്നിരിക്കുന്ന ഡയറക്ഷൻ കണ്ടോ? ഈ ഡയറക്ഷനാണ്. അതായത് നമ്മുടെ ഐസോമെട്രിക് വ്യൂ ഒബ്ജക്റ്റ് ഈ ആംഗിളിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സൈഡ് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ സൈഡ് വ്യൂ എടുക്കാം ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റൈറ്റ് സൈഡാണ്. ശരിയല്ലേ? ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡല്ലേ? ഈ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂവിൻ്റെ എവിടെ വരയ്ക്കുന്നു? നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലല്ലേ വരച്ചത്? അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? ശരിയല്ലേ? ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ, എക്സ് വൈ ലൈൻ. ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലേ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്, ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇവിടെ വരയ്ക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂവും ഇവിടെ വരയ്ക്കുന്നത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിരുന്നു അല്ലേ? അതായത് ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലും ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുന്ന ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലുമാണ് നമ്മൾ വരച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ കൂടെ നോക്കാം. ഫ്രണ്ട് വ്യൂ ഈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സർഫസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ സർഫസുകൾ അല്ലേ? ഇത്രയും സർഫസ് അല്ലേ നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ട് വ്യൂ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സർഫസ്. ശരിയല്ലേ? ഇത്രയും സർഫസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ റെഫറൻസ് ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. ഫ്രണ്ട് വ്യൂ നമ്മൾ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ഇപ്പുറ സൈഡ് വരയ്ക്കാൻ സ്പേസ് കാണില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ട് വ്യൂ ഈ ഒരു സ്പേസിലേക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 100 mm ആണ്. ആ 100 mm നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, 100 mm നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഹൈറ്റ്, ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് 100ൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് എന്തിനാണ്? ഈ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇവിടെ എത്ര ഹൈറ്റ് ഉണ്ട്? 60 ഉണ്ട്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ് 60. നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഈ ട്രയാങ്കിളിൻ്റെ ഈ പോർഷൻ എത്രയാണ്? മൊത്തത്തിൽ 60 ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 30, ഇങ്ങോട്ട് 30. ശരിയല്ലേ? അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങോട്ട് 30, ഇങ്ങോട്ട് 30. അതിനുശേഷം നമുക്ക് ആ ട്രയാങ്കിൾ മാർക്ക് ചെയ്യാം, കാണുന്ന പോർഷൻ. ഓക്കെ, ഇതും മാർക്ക് ചെയ്തു, ഇതും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കിയേ, ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 20 mm. ഇത് മുതൽ ഇതുവരെയും 20 mm. അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. രണ്ട് സൈഡിലും 20, 20 നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടി ആ ട്രയാങ്കിളിൻ്റെ ഒബ്ജക്റ്റിൽ വന്ന് ടച്ച് ചെയ്ത് വരയ്ക്കുന്നു. മനസ്സിലായോ? ഇത്രയും സർഫസ് തന്നെയാണല്ലോ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ കാണുന്ന ഈ ഒരു പോർഷനും ഈ രണ്ട് പോർഷനും. ശരിയല്ലേ? ദെൻ അതിനുശേഷം ഇങ്ങനൊരു പോർഷൻ എന്ന് പറയുന്നത് നോക്കി, ഈ ഒരു പോർഷൻ ഇവിടെ ഒരു സ്ലോട്ടില്ലേ, അത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? ഇത് മുതൽ ഇതുവരെ 20 ആണല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 20 താഴേക്ക് മാർക്ക് ചെയ്യുക. കണ്ടോ? അതിനുശേഷം അവിടെ അങ്ങനെ ഒരു സ്ലോട്ട് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മളൊരു ഹിഡൻ ലൈനൂടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? ഇനി എന്താ വരയ്ക്കേണ്ടത്? ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് നമ്മൾ മുകളിൽ നോക്കിയാൽ കാണുന്ന പോർഷൻ, ഈ പോർഷൻ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഈ പോർഷനും നമുക്ക് കാണാൻ പറ്റും അല്ലേ മുകളിൽ നോക്കിയാൽ? ഇനി അതുപോലെ തന്നെ ഈ പോർഷൻസ് എല്ലാം കാണാൻ പറ്റില്ലേ? പക്ഷേ ഈ ചരിവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ചരിവില്ലാതെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഈ പോർഷൻ മാതിരി കാണാൻ പറ്റും. ഈ സർഫസ്, ഈ ഒരു സർഫസ് നമുക്ക് കാണാൻ പറ്റും.
ഇത്രയും സർഫസ് തന്നെയാണല്ലോ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇത്രയും സർഫസ് വരയ്ക്കാനായിട്ട് നോക്കിയേ, ഇത് 60ഉം ഈ ഒരു 60ഉം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ സൈഡിലിരിക്കുന്ന ഈ പോർഷനും ഈ സെൻറ്റർ പോർഷനും ഇത്രയല്ലേ നമുക്ക് കാണാൻ പറ്റൂ, ശരിയല്ലേ? അത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലൈനിനെ താഴേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഈ ലൈനിനെ നമ്മൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഈ 2 പോയിൻറ്റിനെ നമ്മൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അതെന്തിനാണ് നമ്മൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇങ്ങനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. ഇനി നമുക്കറിയാം ഈ 60 ആണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ? അപ്പോൾ നമുക്കൊരു 60 നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി മുകളിലോട്ടൊരു 60 ഇല്ലേ? മുകളിലോട്ടൊരു 60 ഇല്ലേ? ഇത്രയും നമ്മൾ 60 കാണുന്ന പോർഷൻ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഇത്രയും പോർഷൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷനായി. ഓക്കെ, ഇനി ഈ സെൻറ്ററിൽ ഒരു 20 കാണാം അല്ലേ? ഇത് മുതൽ ഇതുവരെ 20 ആണ്, ഇത് മുതൽ ഇതുവരെ 20 ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. രണ്ട് എൻഡിൽ നിന്ന് നമുക്കൊരു 20 മാർക്ക് ചെയ്തു. ഇവിടെയും നമ്മളൊരു 20 മാർക്ക്. ഓക്കെ, ഇവിടെ നിന്ന് എത്രയാണ് ഇങ്ങോട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് നോക്കിയേ. ഇതുവരെ ആയിരിക്കുമല്ലോ, ഈ ലൈനിന് പാരലായിട്ടായിരിക്കുമല്ലോ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ഓവർലാപ്പ് അല്ല, പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ശരിയല്ലേ? ഇത്രയും പോർഷൻ ആയിരിക്കൂലേ? നമുക്കിവിടെ 2 ലൈൻ മാർക്ക് ചെയ്തിടാം. ആ സെൻറ്ററിൽ ഈ ഒരു പോർഷൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ആ 20 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കൂടെ മാർക്ക് ചെയ്താൽ നോക്കിയേ, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ സെൻറ്ററിലെ പോർഷൻ കിട്ടില്ലേ? കണ്ടോ? ഇത് തന്നെയാണല്ലോ അതിൻ്റെ ടോപ്പ് വ്യൂ, ശരിയല്ലേ? ഇത്രയും തന്നെയാണല്ലോ അതിൻ്റെ ടോപ്പ് വ്യൂ. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷനാണ് ഇത്രയും. അതിനുശേഷം ഈ നിൽക്കുന്ന ഇത്രയും പോർഷനാണ് ഇതിൻ്റെ പുറത്തോട്ട് നിൽക്കുന്നത്, കണ്ടോ? ഈ 2 പോർഷൻ. പിന്നെ ഈ ഒരു പോർഷനാണ് നമ്മൾ ഈ സെൻറ്ററിൽ വരച്ചത്. മനസ്സിലായോ? ഇത് 20 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും 20 ഉണ്ട്, ഇവിടെയും 20 ഉണ്ട്. 20 + 20 40 + 20 60. ഈ പോർഷൻ എന്ന് പറയുന്നത് ഈ അറ്റത്തല്ല, സെൻറ്ററിൽ നിൽക്കുന്ന പോർഷനാണ്. ഇവിടെയും സ്പേസ് ഉണ്ട്, ഇവിടെയും സ്പേസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ ആയി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണല്ലേ? ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണ്. ഈ സൈഡിൽ നോക്കുകയാണ്. ഈ സർഫസ് നമുക്ക് കാണാം, അതുപോലെ ഈ സർഫസ് നമുക്ക് കാണാം. ഇത്രയല്ലേ നമുക്കിതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂയിലൂടെ കാണാൻ പറ്റൂ, ശരിയല്ലേ? ഇത് ടോട്ടലി എത്രയുണ്ട്? 60 ഉണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ 20 പോർഷൻ ഉണ്ട്. ഹൈറ്റ് എത്രയുണ്ട്? ഇവിടെ നിന്ന് ഇതുവരെ ഈ ചരിവ് നമുക്ക് കാണാൻ പറ്റില്ല, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ളതേ കാണാൻ പറ്റും. അതും എത്രയുണ്ട്? 60 ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ലൈൻ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് 3 ലൈൻ വരച്ചു. നമ്മൾ ഈ 60 ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇത് തൊട്ട് ഇതുവരെയാണ്. അതിനുശേഷം മുകളിലോട്ടും 60 ഉണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഇവിടെ നമ്മൾ അതിൻ്റെ 60 മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഈ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ഈ ഒരു പോർഷനിലാണ് നമുക്കിങ്ങനെ ഒരു പ്രൊജക്ഷൻ കാണുന്നത് അല്ലേ? ശരിയല്ലേ? അതായത് ഇത് 20 ഉണ്ടല്ലേ, ഇത് 20 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ മൊത്തത്തിൽ 60 ഉള്ളതിൽ ഇങ്ങനെ 20 മാർക്ക് ചെയ്താൽ പോരെ? ഇത്ര ആയപ്പോൾ നോക്കിയേ, ഈ പോർഷനുമായി ഈ ഒരു പോർഷനും കൂടെ ആയില്ലേ? ശരിയല്ലേ? ഇനി ഇവിടെ ഒരു പോർഷൻ നമ്മൾ വരച്ചാൽ പോരെ? അതും എത്ര തന്നെയാണ്? 20 തന്നെയാണ് അതിൻ്റെ താഴോട്ടുള്ള പോർഷൻ, ശരിയല്ലേ?
ഇത് നോക്കിയാൽ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്താലും പോരെ. ഇതല്ലേ, ഓക്കെ, ഇതല്ലേ അതിൻ്റെ സൈഡ് വ്യൂ. ഇങ്ങനെ ഒരു പോർഷനല്ലേ നമ്മൾ കാണുന്നത്, ശരിയല്ലേ? ഇനി എന്ത് ചെയ്യുക, അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ.